എല്ലാ കൊല്ലവും നിങ്ങൾ ഇങ്ങനെ മയക്കും പിടിച്ചിട്ട് വരുമ്പോൾ ഞങ്ങൾ പറയുന്നത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. 1.5 കോടിക്ക് ജിയോ ബാഗ് ഇതായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഇനി കൂടെ വേണ്ട. ഈ കളക്ടർ ഇവിടെ വരും, വന്നിട്ട് ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തരും. ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾ ഇയാളെ എങ്ങനെ ബഹുമാനിക്കാനാണ്? ഇയാളെ കള്ളത്തരവും പറഞ്ഞ് നുണയും പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞിട്ട് പോണത് ഞങ്ങൾ എങ്ങനെ ബഹുമാനിക്കും ഇയാളെ? ഞങ്ങൾ എത്ര വീട്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ പോയിട്ടുണ്ട് ഞങ്ങളുടെ ആണുങ്ങളൊക്കെ എന്നറിയാമ. പക്ഷെ ഞങ്ങൾക്ക് ഒരിത് വന്നപ്പോ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല. വരുമാനമുള്ളവരാ ഇവിടെ, ആർക്കും ദാരിദ്ര്യമില്ല. ഞങ്ങൾക്ക് കിറ്റും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് പുലിമുട്ടും കടൽ വിത്തും. ഇവിടെ ആളുകൾ മരിക്കാതെ എന്തുകൊണ്ടാ? മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങി ഓരോ കുഞ്ഞുങ്ങളെ അമ്മമാരെ എടുത്ത് വീടിന്റെ ടെറസിന്റെ പൊക്കത്ത് എത്തിക്കണോണ്ടാണ്. അപ്പൊ നമ്മൾ തന്നെ രക്ഷാപ്രവർത്തകരാകുന്നത് കൊണ്ടാണ് ഇവിടെ അപകടമില്ലാത്തത്. ഇന്നലെ വീടുകളെല്ലാം മുങ്ങിക്കിടക്കണായിരുന്നു, എല്ലാ പ്രദേശവും ഫുള്ളും. കാലമായി ഞങ്ങൾ ഇതിനു വേണ്ടി കിടന്ന് കരയാണ്. ഒരാളും തിരിഞ്ഞു നോക്കണില്ലല്ലോ. വോട്ടിന് വേണ്ടി മാത്രമല്ലേ വരുവുള്ളൂ. വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തൊന്നും തിരിഞ്ഞു നോക്കത്തില്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് മത്സ്യത്തൊഴിലാളികൾ. അവരാരുടെ മുമ്പിൽ കൈനീട്ടാൻ പോവുകയില്ല, ഒരാവശ്യത്തിന് പോകാറില്ല. പക്ഷേ ഇത് സർക്കാരിടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്. പെരകളെല്ലാം നശിച്ചു കിടക്കുക. നമസ്കാരം. കണ്ണമാലി ഷാപ്പുപടിയിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഈ കടൽക്കയറ്റത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയുമില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും ഇപ്പോൾ സമരം ചെയ്യുന്നത്. എന്താണ് ചേച്ചി നിങ്ങളുടെയൊക്കെ ആവശ്യം? ഞങ്ങൾക്കിവിടെ പുലിമുട്ട് വേണം. എന്നും കടൽ കയറ്റമാണ്, ഏത് സമയത്തും. ഇന്നലെ വീടുകളെല്ലാം മുങ്ങിക്കിടക്കണായിരുന്നു, എല്ലാ പ്രദേശവും ഫുള്ളും വെള്ളത്തിലാണ്. വീട്ടിൽ ഇനി ഒരു സാധനങ്ങളില്ല, എല്ലാം നശിച്ച്. കഞ്ഞി വെക്കാനും കൂടി ഉള്ള ഒരു സാവകാശമില്ല ആർക്കും. മാറാനുള്ള വസ്ത്രമില്ല, എല്ലാം നശിച്ചു. എല്ലാവരുടെയും ഈ ഇരിക്കണ എല്ലാവരുടെയും എല്ലാ സാധനങ്ങളും നശിച്ചു ഇരിക്കുക. വീട്ടിൽ ഇനി ഒരു സാധനമില്ല. ഇനി ഒന്നെന്ന് പറഞ്ഞ പോലെ എല്ലാം തുടങ്ങണം. ആദ്യമായിട്ടല്ലോ ഈ കടൽ കയറുന്നത്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവരെല്ലാം കാലമായി ഞങ്ങൾ ഇതിനു വേണ്ടി കിടന്ന് കരയാണ്. ഒരാളും തിരിഞ്ഞു നോക്കണില്ലല്ലോ. നിങ്ങളുടെ ആവശ്യം എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത്? അത് ഗവൺമെന്റ് നോക്കണം. അല്ലാണ്ട് ഞങ്ങൾ എത്ര വിജയിപ്പിച്ച് വിടുന്ന ജനപ്രതിനിധികളുണ്ടല്ലോ, MLA അടക്കമുള്ള ആൾക്കാർ, കളക്ടറിനെയും എല്ലാവരെയും പോയി കാണുന്നുണ്ട്. എല്ലാവരും തരാം, ശരിയാക്കും എന്ന് പറയണ, അല്ലാണ്ട് ഇതുവരെ ഒന്നും വന്നില്ല. ഇത്ര നാളായില്ല ഞങ്ങൾ സഹിക്കണത്. MLA ഇങ്ങോട്ട് വരാറില്ലേ? വന്നിട്ടില്ല, ഇതുവരെ ആരും വന്നിട്ടില്ല. ഈ വോട്ടിന് വേണ്ടി മാത്രമാണ് MLA അടക്കമുള്ള ആൾക്കാർ? വോട്ടിന് വേണ്ടി മാത്രമല്ലേ വരുവുള്ളൂ. വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തൊന്നും തിരിഞ്ഞു നോക്കത്തില്ല. ഇതാണ് അവസ്ഥ. ഒരു വെള്ളം കയറുമ്പോൾ കുറേ പേര് വന്ന് നോക്കി പോകും, പിന്നെ അതിന് പരിഹാരമൊന്നും ഇല്ല. അല്ല, ഞങ്ങൾ എല്ലാ കൊല്ലവും നിങ്ങൾ ഇങ്ങനെ മയക്കും പിടിച്ചിട്ട് വരുമ്പോൾ ഞങ്ങൾ പറയുന്നത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. ഇനി ജിയോ ബാഗ് തന്ന് ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. ഇന്നലെ വന്ന് തഹസിൽദാർ വന്നിട്ടും പറഞ്ഞ എന്താണ്, ജിയോ ബാഗ് 1.5 കോടിക്ക് ജിയോ ബാഗ് ഇതായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഇനി കൂടെ വേണ്ട. ജിയോ ബാഗ് ഇട്ടിട്ട് കാര്യമില്ല, അതെല്ലാം ഞങ്ങളുടെ മുറ്റത്ത് വന്ന് കിടപ്പുണ്ട്. അതുകൊണ്ട് ജിയോ ബാഗ് ഇട്ടിട്ട് കാര്യമില്ല, ടെട്രോപോഡ് തന്നെ ഞങ്ങൾക്ക് കിട്ടണം. ജിയോ ബാഗ് 1.5 കോടി എന്നാ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വേണ്ടെന്ന് അത് ഇന്നലെയും പറഞ്ഞതാ. ഇത് കളക്ടർ 3 തവണ വന്നിട്ട് എന്തായി? എത്രയോ വീടാണ് ഇവരുടെ വീടൊക്കെ, കുഞ്ഞുങ്ങളായിട്ട് താമസിക്കുന്നവരാണ്, മൊത്തം വീണ് കിടക്കുന്നത്. എന്തോരം രോഗികളാണ് ഇന്നലെ മാറ്റിയത്. കഞ്ഞി വെക്കാൻ കൂടി ആർക്കും പറ്റിയിട്ടില്ല. എന്തോരം അടുക്കളയിൽ വെള്ളം കയറി കിടക്കുന്ന സാധനങ്ങളെല്ലാം ഒഴുകിപ്പോയി, വീടും വീണ് കിടക്കുന്നു. ഇതെല്ലാം ഇവർ കാണുന്നില്ല, എല്ലാ കൊല്ലവും കാണുന്നതല്ലേ. അങ്ങനെ വീട് പൊട്ടിപ്പോകും ധൈര്യത്തോട്. കടൽ കയറ്റമെന്ന് പറഞ്ഞാൽ പെട്ടെന്നാ വന്നത്. ഇന്നലെ ഞങ്ങൾ ഒരു കല്യാണത്തിൽ പോയി എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു സാധനമില്ല. അയലന്തരത്തുകാർ തുറന്ന് എല്ലാ സാധനവും വെച്ച് എല്ലാം നഷ്ടപ്പെടില്ലേ. ഓരോ ദിവസവും ഇങ്ങനെ വരുമ്പോൾ പറയണെന്താ, നിങ്ങൾക്ക് അടുത്ത മാസം ശരിയാക്കി തരാം, പിന്നത്തെ മാസം. പിന്നെ ഞങ്ങൾ അനങ്ങിയല്ല. ഇവരുടെ ഉറപ്പുറത്താൽ ഞങ്ങൾ വീട്ടിലായിട്ട് പോകണം. പക്ഷെ ഇവർക്ക് ഉറപ്പില്ലല്ല. എന്തുകൊണ്ട് ഞങ്ങൾ എങ്ങനെ പൂട്ടിയിട്ടിട്ട് പോകും? ഞങ്ങളുടെ ഭവനമൊക്കെ ഞങ്ങളുടെ എന്തോരം സാധനമാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ തുണി. ഞങ്ങൾ ഇന്നലെ വന്നത് എന്നലെ വിളിച്ചിട്ടാ വന്നത്. പക്ഷെ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല കരഞ്ഞത്. ഞങ്ങളുടെ വീട് കഷ്ടപ്പെട്ട് ഇത്ര നാൾ ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളി കടലിൽ കിടന്ന് വേലയെടുത്ത കാശിന് ഞങ്ങൾ വെച്ച വീടാണിത്, അറിയാമോ? കേരളത്തിന്റെ സൈന്യമാണെന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾ കേരളത്തിലെ സൈന്യമാണ്. ഞങ്ങൾ എത്ര വീട്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ പോയിട്ടുണ്ട് ഞങ്ങളുടെ ആണുങ്ങളൊക്കെ എന്നറിയാമോ? പക്ഷെ ഞങ്ങൾക്ക് ഒരിത് വന്നപ്പോൾ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല. ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും? ഞങ്ങളെ രക്ഷിക്കാൻ എവിടെ ഇപ്പൊ ആൾക്കാർ? ഇപ്പൊ കലക്ടർ വരും, വന്നു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും തരം ഞങ്ങൾക്ക് വർത്താനങ്ങൾ. ഞങ്ങൾ ഇത് കേട്ട് മടങ്ങിപ്പോകും. പക്ഷെ ഈ വാക്ക് ഞങ്ങൾ വിശ്വസിക്കണം. കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ അപ്പച്ചന്റെ ചേട്ടന്റെ വീട് വീണ് കിടക്കണതാ. അവരുടെ വീടും ഇവരുടെ വീടൊക്കെ വീണ് കിടക്കണതാ. അവർ വാടകക്കാണ്. 8,000 രൂപ മാസം വാടക കൊടുത്താണ് അവർ താമസിക്കുന്നത്. അവർ വന്നിട്ട് കണ്ടിട്ട് അടുത്ത ഇത് നിങ്ങൾക്ക് വീട് റെഡിയാക്കുവാണെന്ന് പറഞ്ഞു. ഇവർക്കും അത് തന്നെ. എന്നിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോഴേക്കും എല്ലാം ശരിയാകും. കുറച്ച് ജിയോ ബാഗ് തന്നു കഴിയുമ്പോഴേക്കും എല്ലാം ശരി. ഇനി ഞങ്ങൾ അങ്ങനെ ഇതാകില്ല. എപ്പോഴും അവർ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങനെ സമാധാനം. ഇനി സമാധാനം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഞങ്ങൾ എഴുന്നേൽക്കുന്നെങ്കിൽ ഇനി എന്ത് ഉറപ്പിന്മേൽ ഒരു ഉറപ്പ് തരണം ഞങ്ങൾക്ക്. ടെട്രോപാഡ് വരും എന്നുള്ള ഉറപ്പ് തരാതെ ഞങ്ങൾ ഇവിടെ നിന്ന് എണീക്കൂല. അതേ ഉള്ളിന് വേറൊരു പരിഹാരവും ഇല്ല, വേറൊരു മാർഗവും ഇല്ല, ഒരു സമാധാനവും ഇല്ല. ടെട്രോപാഡിന്റെ തന്നെയാണ് ഇത്. ഇറങ്ങാതെ ഞങ്ങൾ റോഡിൽ നിന്ന് പോകുകയല്ലേ. ഇനി ഞങ്ങൾക്ക് സാധനം വന്ന് ഇറങ്ങണം. ഇനി എന്നാലും ഞങ്ങൾ ഇനി റോഡിൽ നിന്ന് പോകുള്ളൂ. എത്ര ദിവസമാണെങ്കിലും ഞങ്ങൾ ഇവിടെ ഇരിക്കും. വണ്ടിയും പിടിക്കല്ല.
അതില്ലേ നമ്മൾ അതിജീവനം ആഗ്രഹിക്കുന്ന ആൾക്കാർ, തീരപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർ, നമുക്കിത് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റൂല. 10 ലക്ഷം സർക്കാർ നമുക്ക് തരാമെന്ന് പറഞ്ഞാലും അത് നമുക്കൊന്നിനും ഉതകിയല്ല. ഒരു സെന്റ് സ്ഥലം പോലും വാങ്ങിക്കാൻ പറ്റൂല. അതുകൊണ്ട് ജനിച്ച മണ്ണിൽ നമുക്ക് അന്തസ്സോടെ ജീവിക്കാനാണ് ഞങ്ങളും ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് പോകാൻ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കണമില്ല. പക്ഷേ നമ്മുടെ സമ്പാദ്യം എല്ലാം കടലെടുത്ത് പോകുമ്പോൾ നമ്മൾ ഓരോ കൊല്ലം ഒന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. പാത്രങ്ങൾ പോട്ടാ, അത് നമുക്ക് എങ്ങനെയും വാങ്ങിക്കാം. വീട് തകർന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? വീട് നമുക്ക് ഒരിക്കലും രണ്ടാമതൊന്നോ മൂന്നാമതൊന്നോ നമുക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ തീരപ്രദേശം സംരക്ഷിക്കാൻ ഞങ്ങൾ 4 കൊല്ലം സമരപ്പന്തലിരുന്നതാണ്. ഞങ്ങൾ ഒത്തൊരുമയോടെ, കുറേ പേരുണ്ട് പുറകിലുണ്ട് ഞങ്ങളെല്ലാവരും. പക്ഷെ ഞങ്ങൾക്ക് മടുത്തിട്ടില്ല. എന്താണെന്നാ, നമ്മൾ ഇറങ്ങിയ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകണം. അത് നമ്മൾ മേടിച്ചേ തീരൂ. ഞങ്ങൾക്ക് മടുപ്പില്ല. ഞങ്ങൾ എന്ത് സഹിക്കണ ആൾക്കാരാണ്. ദാരിദ്ര്യമുണ്ട്, ഞങ്ങൾക്ക് സമ്പാദ്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകാനും ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് വേണ്ടത് ടെട്രാപോഡാണ് വേണ്ടത്. പുലിമുട്ട് വേണം ഞങ്ങൾക്ക്. ഞങ്ങൾ വേറെ ഒന്നും ആഗ്രഹിക്കല്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് മത്സ്യത്തൊഴിലാളികൾ. അവരാരുടെ മുമ്പിൽ കൈനീട്ടാൻ പോവുകയില്ല, ഒരാവശ്യത്തിനും പോകാറില്ല. പക്ഷേ ഇത് സർക്കാരിടേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മളെ പറഞ്ഞു പറ്റിക്കണ ഒരു ജീവിത രീതിയായിട്ട് പോയേക്കാണ് ഇത്. ഈ കളക്ടർ ഇതിന് വേണ്ട കൊല്ലം, ഞങ്ങൾ ഈ 3 കൊല്ലം നിന്നിട്ട് ഈ കളക്ടർ ഇവിടെ വരും, വന്നിട്ട് ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തരും. ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾ ഇയാളെ എങ്ങനെ ബഹുമാനിക്കാനാണ്? ഇയാളെ കള്ളത്തരവും പറഞ്ഞ് നുണയും പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞിട്ട് പോണത്. ഞങ്ങൾ എങ്ങനെ ബഹുമാനിക്കും ഇയാളെ? ഈ വാക്കിന് വ്യവസ്ഥ വേണമെന്നെങ്കിൽ പറയണതിനൊരു വാക്കിന് വ്യവസ്ഥ വേണം. 1 അല്ല 2 അല്ല 3 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമല്ല. ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കും. ഇരുന്നിത് മേടിക്കും. ഞങ്ങൾക്കിത് ആവശ്യമാണ്. അല്ലാണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ നിന്ന് പോകാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. അത്രയും കാശും കാര്യങ്ങളൊന്നും നമുക്കില്ല. ഒരു സ്ഥലം മേടിക്കാനോ ഇനി ഒരു വീട് വെക്കാനോ ഉള്ള സാമ്പത്തികം ഒന്നും നമുക്കില്ല. കടലെടുത്തത് നമ്മളിപ്പോൾ 3ാമത്തെ വീടാണ് വെച്ചേക്കണം. ഞങ്ങൾ വിജയം വരെ സമരം ചെയ്യും. കളക്ടർ ഇന്ന് വന്നിട്ട് എന്താണ് പറയാൻ പോണമെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ കളക്ടറിനെ ബഹുമാനിക്കുന്ന ഒരു ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് വന്ന ആൾക്കാരോട് കടിച്ചീറി വർത്താനം പറയാനും ശരിക്കും അവർ വന്നിട്ട് നമ്മളെ വെറുപ്പിച്ചു വിടാനല്ല, നമ്മുടെ ആവശ്യങ്ങൾ അവർ അംഗീകരിക്കണ്ടേ? ഈ കളക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര പ്രാവശ്യമാണ് വന്നു പോണത്? ഇയാൾക്കറിയാൻ പാടില്ലേ നമ്മൾ എന്തിനു വേണ്ടി ഇരിക്കുന്നത്? അപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുള്ളൂ. എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്. എൻ്റെ പെരകളെല്ലാം നശിച്ച് കിടക്കി. ഞങ്ങൾക്കൊരു തീരുമാനം അറിയാണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സമരത്തിൽ നിന്ന് പിന്മാറാനില്ല, പ്രശ്നമില്ല. ഒന്നും ചെയ്യില്ല. ഇവിടെ കണ്ടിട്ടും പോണേണ്. കുറച്ച് പൈസ തന്നോട്ട് എന്ത് ഉപകാരം? ഒന്നും നടക്കണ കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം. പ്രളയം വന്നപ്പോൾ മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു. അവർക്കൊരു ആവശ്യം വന്നപ്പോൾ ആരുമില്ല തിരിഞ്ഞു നോക്കാൻ വേണ്ടി. എന്തോരത്തെ കാശുകളാണ്. ഒരു വിമാനാപകടം വന്ന് 1.5 കോടിയൊക്കെ അവർ കൊടുക്കില്ല. അത്രയും പൈസ നമുക്ക് വേണ്ടല്ലേ? ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പാടില്ലേ? കുറച്ച് മത്സ്യത്തൊഴിലാളികൾ കുറച്ച് കാശ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വരുമ്പോഴേക്കും അത് കടൽ കയറി അത് നഷ്ടപ്പെട്ടു പോകും. പിന്നെ അത് സ്വരുക്കൂട്ടും. മത്സ്യത്തൊഴിലാളിയുടെ മക്കളെ പോലും കെട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ഒരു വീടെല്ലാം നശിച്ചില്ലേ? എല്ലാവരും ഞങ്ങളെ വീട്ടിലൊക്കെ പോയി കിടക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഈ കുഞ്ഞുങ്ങളോട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഇന്നൊന്നും വെച്ചിട്ട് പോലും ഇല്ല വീട്ടിൽ. ഫണ്ടില്ല എന്നാണ് പറഞ്ഞത്. ഫണ്ടില്ലെന്നല്ല അവർ പറഞ്ഞു. എല്ലാം ചെയ്ത് എവിടെ ചെയ്തെന്നാ പറയണത്? ഫണ്ടല്ല, ഞങ്ങൾക്ക് മാത്രമേ ഫണ്ടില്ല. സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കാനൊക്കെ ഫണ്ടുണ്ടായിരുന്നു. സർക്കാരിന്റെ വാർഷികം തന്നെയല്ലല്ലോ, വേറെ എന്തോരം കാര്യം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇത്ര നാളായി ഇങ്ങനെ നടക്കണത്. ഞങ്ങളുടെ കൊച്ചുങ്ങളോട്ടൊക്കെ ഞങ്ങൾ ഇവിടെ പോകും. കിടക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇവിടെ പോയി കിടക്കും. ഒന്ന് വന്നാൽ ഈ കടൽ കയറണത് കാണണം. ഞങ്ങളുടെ വീടുകൾ കാണാം. ഞങ്ങൾ ഇവിടെ ഇരിക്കണം മാത്രം കണ്ടിട്ട് പോരാ നിങ്ങൾക്ക്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ കാണാം, അപ്പോഴറിയാൻ പറ്റും. വലിയ ദുരിതത്തിലാണ്. വീടും ഇതെല്ലാം ഇപ്പോഴും വെള്ളം കയറിയിട്ട് ഒന്നും ഇറങ്ങിയിട്ടില്ല. ഈ റോഡിന് പടിഞ്ഞാറച്ചുള്ള എല്ലാ വീടും അത് തീർത്തും എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ മാത്രം താമസിക്കുന്ന ഒരു വീടാണ്. ഞങ്ങളെ കുലത്തൊഴിലാളി. ഞങ്ങൾക്ക് ഇവിടെ നിന്നെങ്കിലും മാറി താമസിക്കാനാണ്. ഒന്നിനിപ്പോൾ ഈ 10 ലക്ഷം രൂപ വല്ലതും സർക്കാർ തന്നാൽ ഞങ്ങൾക്ക് വേറെ എങ്ങും പോകാൻ പറ്റിയല്ല. ഇവർ ഇപ്പോൾ 6 കൊല്ലമായി ഞങ്ങളോട് ഈ ദുരന്തമുണ്ടായിട്ട് മെട്രോപേഡിൻ്റെ ഇത് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ 2 വർഷമായിട്ട് പറഞ്ഞ ചെല്ലാനത്തെ ഉദ്ഘാടനം കഴിയണം, ആ മാസം തുടങ്ങുമെന്ന് പറഞ്ഞു. ഡിസംബറിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അവരിങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഈ ഹൈവേ ഇപ്പോൾ തീരദേശ ഹൈവേ ആണെങ്കിൽ ഇവിടെ ഹൈവേ പണിയണമെങ്കിൽ ഈ കടൽ ഭിത്തി സംരക്ഷിക്കാണ്ട് ചെല്ലാൻ പറ്റുമോ? ഇവിടെ തീരദേശ ഹൈവേ വേണമെന്ന് പറയുന്നുണ്ട് അവർ. ഈ തീരദേശ ഹൈവേക്ക് ഇവിടെ സ്ഥലമെടുക്കണമെങ്കിൽ ഇതുമാരെ കടൽ കയറി എന്ത് ചെയ്യാനാണ്? കോടിക്കണക്കിന് രൂപ. ഇപ്പോൾ അവിടെ തന്നെ ഹൈവേ ചെയ്തിട്ട് അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയാൽ ഈ കിഫ്റ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവിടെ ഇത് മെട്രോപേഡ് ചെയ്യാം. 247 കോടി രൂപ ഒരു 8-9 മാസത്തിന് മുമ്പ് പാസ്സായതാണ്. ആ ഫണ്ടൊക്കെ എടുത്ത് അവർ ഈ റോഡിൻ്റെ പണിക്കൊക്കെ ഉപയോഗിച്ചെന്നാണ് അറിയണത്. അപ്പം നമ്മൾക്ക് രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ പറയാനുള്ള ഇവിടുത്തെ ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്താണ്? പൊതുജനങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും സംരക്ഷണം നൽകാമെന്നും പറഞ്ഞല്ലേ? ഞങ്ങൾക്ക് എന്ത് സംരക്ഷണമുണ്ട്? ഞങ്ങൾ ഈ ഇന്ത്യയിൽ ജനിച്ച് കേരളത്തിൽ താമസിക്കുന്നവരല്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരണ്ടേ? ഇവർ തന്നില്ലല്ലോ അത്. എല്ലാ കൊല്ലവും കളക്ടർ വന്നിട്ട് പറയും ഞങ്ങൾ വേണ്ട രീതിയിലെല്ലാം ചെയ്യാമെന്ന് പറയും.
എല്ലാ കൊല്ലം കളക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ നാളായി പുള്ളി ഞങ്ങളോട് എല്ലാ കൊല്ലവും വന്ന് പറയും. കുറെ നാളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കൊല്ലവും പറയും. പിന്നെ ഇവിടെയുള്ള സാധാരണക്കാർ ആരും സർക്കാരിൻ്റെ ഭൂമിയിൽ കുടിയേറി താമസിക്കുന്നവരാരുമല്ല. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയേക്കണ ഭൂമി ഞങ്ങൾ ആധാരമുണ്ട്, ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, ഭൂമിക്കാർ അടക്കുന്നുണ്ട്. അല്ലാതെ ഞങ്ങൾ സർക്കാരിൻ്റെ ഭൂമിയിൽ അതിക്രമിച്ച് കയറിയേക്കണ വ്യക്തികളല്ല. അപ്പം ഞങ്ങളുടെ തൊഴിൽ മേഖല എന്ന് വെച്ചാൽ മത്സ്യം പിടുത്തം, പാരമ്പര്യമായിട്ട് മത്സ്യത്തൊഴിലാളികളെ അവരാണ് ഇവിടെ തിങ്ങി പാർക്കുന്നത്. ഞങ്ങളിലൊക്കെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തേക്കണത് ബാങ്കിലല്ല, ഞങ്ങളുടെയൊക്കെ വീട്ടിലെ എല്ലാവർക്കും ഒരു വീട് നല്ലത് വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, താങ്കൾക്കും ഉണ്ടാവും. ഇതുപോലെ അപ്പൻ്റെ കയ്യിലുള്ളതും മോൻ്റെ കയ്യിലുള്ളതും മോളുടെ കയ്യിലുള്ളതും എല്ലാവരുടെയും ഒരു ജീവിതകാലം മുഴുവനുമുള്ള സമ്പാദ്യമാണ് ഓരോരുത്തർ വീട്ടിലെടുത്ത് ചിലവാക്കിയേക്കണത്. അങ്ങനെ ഞങ്ങൾ മനോഹരമായ വീടുകൾ എല്ലാവരും തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സ്വപ്നമാണത്. ആ വീടിനാണ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് അരിയും തരണ്ട, കിറ്റും തരണ്ട, ഭക്ഷണവും വേണ്ട, പൈസയും വേണ്ട. ഇവിടെ എല്ലാവരും 1000 രൂപയിൽ കൂടുതൽ പൈസ ഡെയിലി വരുമാനമുള്ളവരാണ്. ഇവിടെ ആർക്കും ദാരിദ്ര്യമില്ല. ഞങ്ങൾക്ക് കിറ്റും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് പുലിമുട്ടും കടൽ ഭിത്തിയും. അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണേ. എല്ലാ കൊല്ലവും വരും, ഡെപ്യൂട്ടി കളക്ടർ വരും, മറ്റേ അങ്ങേര് വരും. ഇവർ വന്നിട്ട് ഒരു തീരുമാനവും. എല്ലാ കൊല്ലവും വന്ന് നോക്കിപ്പോവും. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാ വീടുകളിലും ഈ പരിസരം മൊത്തം 7-ാം വാർഡ് 8-ാം വാർഡ് എല്ലാം മൊത്തം മുങ്ങിക്കിടക്കണം. അങ്ങാട് പുത്തൻതോട്ടിങ്ങാട്. അപ്പോൾ എല്ലാവരുടെയും ബുദ്ധിമുട്ട് കൊണ്ട് നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് സർക്കാരിന് ഇന്നുവരെക്കും ചെയ്യാം. സർക്കാർ നേരത്തെ പറഞ്ഞ് സുപ്രീം കോടതി പോലും പാസ്സാക്കിയിട്ടാണിത് എത്രയും പെട്ടെന്ന് അവിടെ കടൽ ഭിത്തി കൊടുക്കണമെന്നുണ്ട്. എന്നിട്ടും അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ കടൽ കയറ്റം തുടങ്ങിയ സമയം മുതൽ നമ്മളിവിടെ റോട്ടിൽ കിടന്ന് സമരം ചെയ്യുന്ന സകല മാധ്യമ പ്രവർത്തകരോടും നമ്മുടെ സങ്കടങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ ചെറുകിട മുതൽ ഈ മാനാശ്ശേരി വരെയുള്ള ആളുകൾ നികുതി കൊടുക്കുന്നില്ലേ ഗവൺമെൻറ്റിന്? കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രാജ്യത്തുള്ള ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളെ രക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമയല്ലേ? അപ്പോൾ ഇവർ ഓരോ വകുപ്പിലുള്ള ആളുകൾ വന്നിട്ട് പറഞ്ഞ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീഴ്ചയാണ്, മറ്റുള്ളവരുടെ വീഴ്ചയാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഫണ്ടില്ല എന്ന് പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം ഫണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, ഫണ്ട് പാസ്സായെന്നും പറഞ്ഞ് ഇവിടെ ഫ്ലെക്സ് വെച്ചല്ലേ. എന്നിട്ട് ആ വർക്ക് ചെയ്തില്ല. ആ ഫണ്ട് വേറെ എന്തോ കാര്യത്തിന് വിനിയോഗിച്ച് ഫണ്ട് എടുത്ത് മറിച്ച് കളഞ്ഞ്. അപ്പോൾ ഇപ്പം ഞാൻ പറയണത്, ഇപ്പോൾ കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് തുടർമാനമായിട്ട് കടലാക്രമണമുണ്ട്, ഭയങ്കരമായ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ആൾ മരിച്ചാൽ മാത്രമേ ചെയ്യുള്ളൂ. ആളുകൾ മരിക്കണോ? ഇവിടെ ആളുകൾ മരിക്കാത്ത എന്തുകൊണ്ടാണ്? മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങി ഓരോ കുഞ്ഞുങ്ങളെ അമ്മമാരെയും എടുത്ത് വീടിൻ്റെ ടെറസിൻ്റെ പൊക്കത്ത് എത്തിക്കണതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തന്നെ രക്ഷാപ്രവർത്തകരാകുന്നത് കൊണ്ടാണ് ഇവിടെ അപകടമില്ലാത്തത്. അപ്പോൾ ആളപായം ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഉരുൾപൊട്ടുണ്ടായ സമയത്ത് വയനാട്ടിലേക്ക് ജനം ഇറങ്ങിയത് അത്രയും പേരവിടെ മരിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കണം, ഇവിടെ മരിക്കണമെന്നാണോ നമ്മൾ പറയുന്നത്? അങ്ങനെയല്ല. ഇത് അതിന് മുമ്പേ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം, ഇല്ലേ? കാരണം രാജ്യത്തിന് ഒരുപാട് നികുതി നേടിക്കൊടുക്കുന്ന വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് തന്നെ അനുബന്ധ തൊഴിലാളികളില്ലേ, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം ജീവിക്കുന്ന ഒരു മേഖല. അപ്പോൾ അവരെ നമുക്ക് സംരക്ഷിക്കണ്ടേ? അവരൊരു കാലത്ത് രാജ്യത്തിന് നമുക്ക് നമ്മുടെ നാടിന് അല്ലെ കേരളത്തിന് തന്നെ വലിയൊരു നേട്ടം ഉണ്ടാക്കി കൊടുത്തവരാണ്, അല്ലേ? ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചവരാണ്. അപ്പോൾ നമ്മൾ അവരെ തള്ളിക്കളയരുത്. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ ഉണ്ടായ ചാനലിൽ എല്ലാവരോടും പറയുന്ന, കേരള ജനത നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. മാധ്യമങ്ങളിലൂടെ ഇത് ജനത്തെ അറിയിച്ചിട്ട്, കഴിഞ്ഞ ദിവസം ഈ വാട്ടർടാങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോയനം. ഈ നിലവിളിയും കരച്ചിലൊക്കെ ഗേറ്റ് ചവിട്ടി പൊളിച്ചെടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത്. പ്രായമായ അമ്മമാരൊക്കെ കസേരമ്മ ഇരുത്തി ടെറസിൻ്റെ പൊക്കത്തേക്ക് മാറ്റി. ഇപ്പോൾ ടെറസിൻ്റെ പൊക്കത്ത് പോകണമെങ്കിൽ തന്നെ ഡ്രസ് വർക്കുള്ള വീട്ടിലല്ലേ ഇരുത്താൻ പറ്റുള്ളൂ. ഞങ്ങളൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഒന്നും രൂപീകരിച്ച് ചെയ്യണമല്ല. ഈ സമരം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ രോഷമാണ്, മനസ്സിലായോ? അപ്പോൾ അതാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുക. ഇവർ എല്ലാ കൊല്ലവും ഇലക്ഷൻ ആകുമ്പോൾ ഇല്ലേ, ഈ പാർട്ടി നേതാക്കൾ ഇവിടെ വരുമ്പോഴേക്ക് നമ്മുടെ കയ്യിൽ റോസാപ്പൂ തരും. എന്നിട്ട് വരുന്ന നേതാക്കളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറയും. നമ്മൾ എന്തിനാതെ കൊടുക്കണ? അവരത് ചെയ്യുമെന്നുള്ള വിശ്വാസത്താലാണ്. ഇനിയും നമ്മൾ ചെയ്യും, ഒരു കുഴപ്പമില്ല. എല്ലാ നേതാക്കന്മാരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഗ്രാമത്തിന് രക്ഷിക്കാനായിട്ട് വേണ്ട നടപടികൾ ഈ വർഷമെങ്കിലും എടുക്കണമെന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത്. പിന്നെ താൽക്കാലികമായ ജിയോ ബാഗ് എന്ന് പറയുമ്പോൾ അത് ശാശ്വതമല്ല. അടുത്ത തിരമാലയ്ക്ക് അത് അടിച്ചു പോകും. ഇപ്പോൾ 4.5 കോടി പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ തീരങ്ങളിലും കൂടിയാണ്. പക്ഷെ അതിൻ്റെ ഒരു വർക്ക് ഇവിടെ നടന്നിട്ടുമില്ല. അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ 2 മാസം കൂടി ഞങ്ങൾക്ക് അവധി വേണമെന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. അത് അങ്ങനെയാണ് ഇവിടെ പലരും പറഞ്ഞു കേട്ടത്. 2 മാസം കൂടി വേണമെന്ന് പറഞ്ഞു. അത് എപ്പോഴാണ്? ഡിസംബറിലാണ്. കടലിൽ കാറ്റൊന്നും ഇല്ലാത്ത സമയത്താണ് 2 മാസം. ഇത് മെയ് മാസം ചെയ്യേണ്ട വർക്കാണ്. മഴയെന്നോ വെയിലെന്നോ ഒന്നുമില്ല. കടൽ കയറുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഏത് സമയവും കടൽ കയറാം. ആ ഒരു രീതിയിലാണ്. കടൽ കയറിക്കഴിഞ്ഞാൽ
ഇവിടുത്തെ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ എല്ലാവരും വലിയ പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധ സ്വരമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഒരിക്കലും ഇതിനൊരു കൃത്യമായ തീരുമാനമുണ്ടാകാതെ ഇത്തവണ ഈ റോഡിൻ്റെ ഉപരോധം അവസാനിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. കളക്ടർ പലവട്ടവും ഇവിടെ എത്തി പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുള്ളതാണ്. ആ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല. വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവിടുത്തെ ജില്ലാ കളക്ടർക്ക് അറിയാവുന്നതാണ്. പക്ഷേ അതൊന്നും ഇതുവരെയും പരിഹരിക്കുവാൻ ഈ കളക്ടർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ നാട്ടുകാരെല്ലാവരും തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധ സ്വരം ഇപ്പോഴും ഉയരുകയാണ്. കളക്ടർ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും, ചർച്ച നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഒരിക്കലും ഇവിടെ ടെട്രോപാഡ് നിർമ്മിക്കാമെന്നുള്ള ഉറപ്പും എത്രയും വേഗം നടത്തും എന്നുള്ളൊരു ഉറപ്പും ചെയ്ത് തീർക്കുമെന്നുള്ള ഉറപ്പും കിട്ടാതെ ഇവിടെ നിന്നും എഴുന്നേക്കില്ല എന്നാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നത്. കണ്ണമാലിയിൽ നിന്നും ടി അഭിഷേകറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.